കേരളത്തിലെ എല്ലാ +1 വിദ്യാർത്ഥികളും അവസാനം വരെ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. മക്കളെ, എനിക്കറിയാം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാത്സ് +1 മാത്സ് പരീക്ഷയിൽ നേരിട്ട ആ ഒരു അനീതി അതോർത്ത് ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കും, ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. ഇനിയുള്ള പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കണം, അല്ലെ പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു ലെവലിലായിരിക്കും നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ്. തീർച്ചയായും എനിക്കറിയാം. കാരണം നമ്മുടെ ഓഫീസിൽ നേരിട്ട് നമ്മുടെ +1 വിദ്യാർത്ഥികൾ വന്ന് നമ്മൾ സംസാരിച്ചു, കുറേ വീട്ടിൽ ഫോൺ വിളിച്ചു, കുറേ പേര് വോയിസ് മെസ്സേജിൽ കരയൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഈ സംസാരിക്കുമ്പോൾ വരെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നുണ്ട്, അവരുടെയൊക്കെ വാക്കുകളും അവരുടെയൊക്കെ ഒച്ചകളും. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിവരം, അതായത് നമ്മൾ നേരിട്ട ആ ഒരു അനീതി, അല്ലെ കുറച്ചും കൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓണസ്റ്റി പറയുകയാണെങ്കിൽ ഒരു ചതി, ആ ഒരു സംഭവം എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ന്യൂസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിൽ ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ വീഡിയോയിൽ വന്ന കമൻസ്, നമ്മൾ മാത്രമല്ല ബാക്കിയുള്ള പല എഡ്യൂക്കേഷൻ ചാനൽസും നിങ്ങളുടെ ആ വോയിസ് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ പല ടീച്ചേഴ്സും ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടും, നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കുറേ പേര് അതിൽ പ്രയത്നിച്ചിട്ടുണ്ടാവും. എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു വോയിസ് അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കിട്ടേണ്ട നീതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതായത് നിങ്ങളുടെ പേപ്പർ ഇവാലുവേഷൻ ഈസി ആയിക്കോളും, ലീനിയൻ്റ് ആയിരിക്കോളും. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് അവർ തന്നോളും. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കരുത്. അതിന് ലോജിക്കും ഉണ്ട്. വെറുതെ ഞാൻ ടെൻഷൻ അടിക്കരുത് സമാധാനിപ്പിക്കാൻ വേണ്ടി പറയല്ല. അതിൻ്റെ സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് അധികാരികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ആ ഒരു കാര്യം ഓർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനിയും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കരുത്. ഒരു ദിവസം കഴിഞ്ഞു, ഇനിയും നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനിയുള്ള പരീക്ഷകളിൽ അത് ഈസി ആണെങ്കിൽ പോലും, അല്ലേ, ഇനിയുള്ള പരീക്ഷകൾ ഈസി ആണെന്ന് നമ്മൾ ഒരിക്കലും അസ്യൂം ചെയ്യാൻ പാടില്ല. ടഫാന്ന് വിചാരിച്ച് തന്നെ പോകണം. പക്ഷേ അത് ഈസി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് അല്ലാത്തത് കൊണ്ട് ആ ഈസി പരീക്ഷയിൽ നിങ്ങൾ മാർക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. ആ ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈസി പരീക്ഷയാണ് വന്നത്, മോഡൽ പരീക്ഷ പോലത്തെ പരീക്ഷയാണ് വന്നതെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങൾ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ പഠിക്കാത്തത് നമുക്ക് അന്നൊരു നമ്മുടെ പരീക്ഷാ പേപ്പർ സെറ്റ് ചെയ്ത ആൾക്കാർക്കെതിരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷാ പേപ്പറിനെതിരെയോ നമുക്ക് സംസാരിക്കാനുള്ള ഒരു റീസൺ ആയിരിക്കില്ല എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിവെഞ്ച് എടുക്കേണ്ടത് പഠിച്ച് തന്നെയാണ്. അതിനുവേണ്ടി എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അതിന് കൃത്യമായൊരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ഇല്ലാണ്ട് നമ്മൾ വെറുതെ പഠിക്കാൻ പോവുകയാണെങ്കിൽ പണി കുറച്ച് പാളും. ആ പ്ലാനാണ് എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഇത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി സ്റ്റഡി പ്ലാൻ പ്രകാരം ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതറിയാത്ത കുട്ടികളോടാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾ, അത് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ബയോളജി ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിസിക്സ് ഉണ്ട്. ഈ 3 പരീക്ഷകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, നമുക്ക് ഫുൾ മാർക്കിലേക്ക് തന്നെ എയിം ചെയ്ത് പഠിക്കാൻ പറ്റും. പരീക്ഷ മാത്സ് പോലൊരു ചതി അല്ലെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കാൻ തന്നെ പറ്റും, അതിലൊരു സംശയമില്ല. പക്ഷെ അതിന് പണിയെടുക്കണം. സങ്കടപ്പെട്ട് ഇങ്ങനെ വിട്ടിരുന്നാൽ പരിപാടി നടപടിയാവില്ല. പണിയെടുക്കാൻ നിങ്ങൾ റെഡിയാവണം. അങ്ങനെ പണിയെടുക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാനും എക്സാമിനറും ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് വേണേൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ കൂടുതൽ പറയാനൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്തൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ലൈവായിട്ട് യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും നൽകാൻ പോകുന്നത്. അതും കുറച്ച് ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ മാത്സ് പരീക്ഷയിൽ നമ്മൾ കുറച്ച് ബാക്കൗട്ടായിപ്പോയി അല്ലേ. ഇനി അത് ബാക്കൗട്ട് ആവാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് അധികം നമ്മൾ നിങ്ങളെ കഷ്ടപ്പെടുത്തും. നിങ്ങളും റെഡി ആവണം. നമ്മൾ ചരിത്രം സൃഷ്ടിക്കും മക്കളെ, ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. തേഴ്സ്ഡേ ഇന്നലെ വൈകുന്നേരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു വിത്ത് ബയോളജി. ആദ്യത്തെ 4 ചാപ്റ്റർ എല്ലാ ദിവസവും 8 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും 7:30 ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആദ്യ ദിവസങ്ങളിൽ രാവിലെ ബയോളജി, വൈകുന്നേരവും ബയോളജി, വീണ്ടും രാവിലെ ബയോളജി. ഈ ഒരു സെഷനോട് കൂടെ നമ്മൾ കംപ്ലീറ്റ് ബയോളജി ചാപ്റ്റേഴ്സ് തീർക്കും. കമ്പ്യൂട്ടർ സയൻസും എല്ലാം ഈ ദിവസങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഉച്ചയായിരിക്കും ഉണ്ടാവുക.
അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫൈനൽ മാരത്തോണം ഷുവർ ക്വസ്റ്റ്യൻസോടെ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ അങ്ങനെ തീർക്കും. ഉച്ച സെഷൻസോടെ ആയിരിക്കും നമ്മൾ തീർക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഴുതുന്നവർ ഈ ഉച്ചകളുള്ള സെഷൻസിലായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, കംപ്ലീറ്റ് ചാപ്റ്റർ തീർക്കാൻ പോകുന്നത്, റിവിഷനും മാരത്തോൺ റിവിഷനും ഷുവർ ക്വസ്റ്റ്യൻസ് അടക്കം. അപ്പോൾ ആ ലൈവുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തിനാ സാർ ബയോളജി നേരത്തെ തീർത്തത്? കാരണം മക്കളെ, പരീക്ഷ ബയോളജി അല്ല ആദ്യം, ഫിസിക്സ് ആണ് ആദ്യം. എങ്കിലും ബയോളജിക്ക് പിന്നീട് ദിവസങ്ങൾ കുറവായതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ബയോളജി എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്റേഴ്സിലൂടെ നമ്മൾ കടന്ന് തീർക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, സാറ്റർഡേ രാവിലത്തോടെ നിങ്ങളുടെ ബയോളജി പഠനം നിങ്ങൾ അവസാനിപ്പിക്കണം. അത് ഫുള്ളായിട്ട് തീർന്നാലും തീർന്നില്ലെങ്കിലും ബയോളജി പഠനം അവസാനിപ്പിക്കണം. കാരണം പിന്നീട് നമുക്ക് ഫിസിക്സ് പഠിക്കാനുള്ള സമയമുള്ളൂ. കാരണം അതിനുശേഷം വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഫസ്റ്റ് സെഷൻ എന്തായിരിക്കും മക്കളെ, കംപ്ലീറ്റ് ഡെറിവേഷൻസ് ആയിരിക്കും. എല്ലാ ഡെറിവേഷൻസും ഈ ഒരൊറ്റ ലൈവിൽ നമ്മൾ തീർക്കും. 7:30 ലൈവിൽ ലെങ്തി ലൈവായിരിക്കും, ആ ഒരൊറ്റ ലൈവ് മാത്രം. കാരണം എല്ലാ ഡെറിവേഷൻസും വരാൻ സാധ്യതയുള്ളത്, വരാൻ സാധ്യതയില്ലാത്തത് എല്ലാം പഠിക്കും. കാരണം മാത്സ് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ചോദിക്കുന്ന ഡെറിവേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, സാധാരണ ചോദിക്കാതെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അറിയില്ല നമ്മൾ പറയുമോ? ഇല്ല, നമ്മൾ അറിയും അപ്പോഴും. ഓക്കെ, എല്ലാ ഡെറിവേഷനും അതിൽ തീർക്കും. സെറ്റാണ്. പിന്നീടുള്ള ഒരു ലൈവിൽ പിന്നെ ഡെറിവേഷൻ ഉണ്ടാവില്ല. കാരണം പിന്നീടുള്ള ഓരോ ലൈവും പിന്നെ ഫുള്ള് ഫിസിക്സ് ആയിരിക്കും. രാവിലെ ഫിസിക്സ്, വൈകുന്നേരം ഫിസിക്സ്, രാവിലെ ഫിസിക്സ്, വൈകുന്നേരം ഫിസിക്സ്. എല്ലാ ദിവസവും ഫിസിക്സിൻ്റെ ചാപ്റ്റർ വൈസ് നമ്മൾ പോകും. ഈ ചാപ്റ്റർ വൈസ് ലൈവുകൾ പോകുമ്പോൾ നമ്മൾ എല്ലാ പോസിബിലിറ്റി ഓഫ് ചോദ്യങ്ങളും ചെയ്യും. അതായത് മക്കളെ മനസ്സിലാക്കേണ്ട, ഈ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈവിൽ ഇന്നേ വരെ നിങ്ങൾ കണ്ട ഫ്ലൂയിഡ്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും ഉണ്ടാവും. അതുകൂടാതെ ഈ മാത്സിൻ്റെ ഒരു പാറ്റേൺ അടിസ്ഥാനത്തിൽ എന്തൊക്കെ അവർക്ക് ചോദിക്കാൻ പറ്റുമോ അതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ എന്ത് ചെയ്യും, ഇനിയുള്ള ലൈവുകളിൽ നമ്മൾ ചോദ്യോത്തരങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ഇതുവരെ എക്സാമിനർ ലൈവ് ഫോളോ ചെയ്ത കുട്ടികളാണെങ്കിൽ പോലും ഇനിയുള്ള ലൈവുകൾ നിങ്ങൾ ദയവ് ചെയ്ത് ഫോളോ ചെയ്യണം. കാരണം സെയിം അല്ല നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാൻ പോകുന്നത്, ഡിഫറൻ്റ് ആണ്. മാത്രമല്ല നമ്മൾ ഈ ഫ്ലൂയിഡ്സിലെ ലൈവ് പോകുമ്പോൾ നമ്മൾ ഡെറിവേഷൻ ചെയ്യോ? ഇല്ല, ഒരു ഡെറിവേഷൻ പോലും ചെയ്യില്ല. കാരണം ഡെറിവേഷൻ വീണ്ടും ഇതിനെ ചെയ്യേണ്ട ആവശ്യം, അത് നമ്മൾ ഓൾറെഡി തീർത്തില്ലേ. അപ്പോൾ ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ചോദ്യം മാത്രം എന്ന് പറയുമ്പോൾ തിയറിയും പഠിപ്പിച്ചു തരും. തിയറി വെച്ചിട്ടേ എപ്പോഴും ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വെറുതെ ചോദ്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് സ്കോപ്പിലൂടെ നമ്മൾ കടന്നു. ഒരു പഴുത് പോലും നമ്മൾ ലീവ് ചെയ്യില്ല, ഒരു ടോപ്പിക് പോലും നമ്മൾ വിടില്ല, ഒരു ടൈപ്പ് ഓഫ് ചോദ്യം പോലും നമ്മൾ വിടില്ല. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയാൽ പോലും നമ്മൾ വിട്ടുകൊടുക്കില്ല. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് നമ്മുടെ ടീച്ചേഴ്സ് ഉള്ളത്. ഞാനാണെങ്കിലും ദിൽഷാമസ് ആണെങ്കിലും രണ്ടുപേരുടെ അതേ മെൻറ്റാലിറ്റിയാണുള്ളത്. നിങ്ങൾ ആ മെൻറ്റാലിറ്റിയിലാണെങ്കിൽ നമുക്ക് പഠിച്ച് സെറ്റാക്കാം. പിന്നീട് എല്ലാ ദിവസങ്ങളും ഫിസിക്സ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ അവസാനം ഫിസിക്സിൻ്റെ ഫൈനൽ മാരത്തോണും 100 ഷുവർ ക്വസ്റ്റ്യൻസും കൂടി കിട്ടിയാൽ ഫിസിക്സ് സെറ്റാണ്. ഈ ഫൈനൽ മാരത്തോണിലായിരിക്കും പിന്നെയും നമ്മൾ ഡെറിവേഷൻസ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കുക, എല്ലാ ഡെറിവേഷൻസ് നമുക്ക് ആ ലൈവിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഡെറിവേഷൻസ് എല്ലാ ഡെറിവേഷൻസ് ആ ലൈവിൽ ചെയ്താൽ അത് മാത്രമേ അതിൽ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ ഡെറിവേഷൻസ് നിങ്ങൾ ആദ്യം തന്നെ സെറ്റാക്കുക, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസം ലൈവിൻ്റെ വരുന്നതിന് സമയത്തിന് മുൻപ് എന്ത് ചെയ്യുക, കുറച്ച് ഡെറിവേഷൻസ് നിങ്ങൾ സെറ്റാക്കുക. കാരണം ഡെറിവേഷൻ്റെ ഗുണം എന്താ പറയുക മക്കളെ, അത് ഉറപ്പാണ് മാർക്ക്. പ്രോബ്ലംസിലെ അവർക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുഴപ്പിക്കാൻ പറ്റുള്ളൂ. ഡെറിവേഷൻസിൽ കുഴപ്പിക്കാൻ പറ്റില്ല. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക്മേറ്റ് അടിച്ച പോലെയാണ് ഫിസിക്സ് പേപ്പറിന്. കാരണം നിങ്ങളോട് വേറെ ചോദിക്കുക, എല്ലാം പഠിച്ചു നിങ്ങൾ ഡെറിവേഷൻസ്, മനസ്സിലായില്ല. അപ്പോൾ ഡെറിവേഷൻസ് ഷുവർ മാർക്കാണ്, വിടരുത്. ഓക്കെ, അപ്പോൾ അത്രേ പറയാനുള്ളൂ. ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞങ്ങൾ മക്കളെ നിങ്ങളെ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ട്രൈ ചെയ്യും, ഓണസ്റ്റ്ലി സിൻസിയർലി ട്രൈ. നിങ്ങളും അങ്ങനെ റെഡി ആണെങ്കിൽ നമ്മൾ ആക്ച്വലി നേടിയെടുക്കുകയും ചെയ്യും. കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അറിയാലോ, നെക്സ്റ്റ് ഇയർ +2ൻ്റെ ബാച്ചൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. പക്ഷേ നിങ്ങൾ എക്സാമിനറിന് കൂടിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേഗം തന്നെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ സ്റ്റോക്ക് തീരുമ്പോൾ അത് തീരും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. +2 വേറെ ബാച്ച് ആയിക്കോട്ടെ, +2 നീറ്റ് വേദ ബാച്ച് ആയിക്കോട്ടെ, അതുപോലെ +2 കീം വേദ ബാച്ച് ആയിക്കോട്ടെ. ഏതിലാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അത്രേ പറയാനുള്ളൂ. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഈ പണി നമ്മൾ ചെയ്യുന്നു, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നു. ബാക്കോട് നമ്മൾ ഇനിയില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിവെഞ്ച് എടുക്കാൻ പോകുന്നത് പഠിച്ചിട്ടാണ്, പഠിച്ച് കാണിച്ചു കൊടുക്കുക. ഓക്കെ, റെഡിയാണ്? ഒരു റെഡി എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ നന്നായിരിക്കും. നമുക്കിനി ലൈവിൽ കാണാം. ബൈ ബൈ.